ലെനിന്റെ കണ്ണുകൾ ഒന്ന് കുറുകി. തലച്ചോറിനുള്ളിൽ തേൾ കുത്തിയതുപോലെ അവൻ മൂർത്തിക്ക് നേരെ തിരിഞ്ഞു. മുന്നിൽ വഴി തടഞ്ഞ ട്രാക്ടറിന്റെ ഡ്രൈവറെ വീണ്ടും തെറി വിളിക്കാൻ ഭാവിക്കുകയായിരുന്ന തിരുമൂർത്തിയും ഞൊടിയിടയിൽ ആളെ തിരിച്ചറിഞ്ഞു. ചന്ദ്രേട്ടൻ. അയാളുടെ നാവിൽ നിന്നും ശബ്ദമടർന്നു. അപ്പോഴേക്കും ചന്ദ്രൻ സുമോക്കരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു. എടാ! അലറിക്കൊണ്ട് അയാൾ ലെനിൻദാസ് ഇരുന്ന ഭാഗത്തെ ഡോർ വലിച്ചു തുറന്നു. ചന്ദ്രേട്ടൻ, ഞാൻ... ലെനിൻ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. ചന്ദ്രൻ അകത്തേക്ക് കൈകടത്തി അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് വലിച്ചിറക്കി. ചന്ദ്രേട്ടാ! തിരുമൂർത്തി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കുതിച്ചിറങ്ങി. ബോണറ്റിനെ വലം വെച്ച് അടുത്തേക്ക് പാഞ്ഞു വരുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു, ലെനിൻ മുതലാളിയെ ഒന്നും ചെയ്യരുത്. കഴിഞ്ഞ ദിവസം മുഴുവൻ ഞാൻ നിന്നെ നോക്കി നടക്കുകയായിരുന്നു ലെനിനെ. നീ ഒളിച്ചിരിക്കുകയായിരുന്നെന്ന് എനിക്കറിയാം. പറയടാ, എവിടെ എന്റെ മോള്? നീ അവളെ എന്തു ചെയ്തു? അവന്റെ ഷർട്ടിൽ പിടിച്ച് ചന്ദ്രൻ ആഞ്ഞു കുലുക്കി. അപ്പോൾ മൂന്നാർ ഉദുമൽപേട്ട റൂട്ടിൽ ഓടുന്ന വേണാട് ബസ് അവിടെ വന്ന് ബ്രേക്കിട്ടു. അതിലിരുന്ന യാത്രക്കാർ പുറത്തേക്ക് തലനീട്ടി. നിമിഷങ്ങൾ കൊണ്ടാണ് റോഡ് ബ്ലോക്കായത്. കൂടുതലും ഓട്ടോയും ജീപ്പും. രാവിലെ കരിമ്പിൻ തോട്ടത്തിൽ പണിക്കിറങ്ങുന്ന തൊഴിലാളികൾ വേറെ. പതറിപ്പോയി ലെനിൻദാസ്. ഇത്രയും ആളുകൾക്ക് മുന്നിൽ താൻ അപമാനിതനായിരിക്കുന്നു, അതും ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്ന നേരത്ത്. ചന്ദ്രേട്ടാ, ലെനിൻ മുതലാളിയെ വിടാൻ! വിഷമവും കോപവും ഒന്നിച്ചുണ്ടായി തിരുമൂർത്തിക്ക്. അയാൾക്ക് പിന്നിൽ നിന്നും ചന്ദ്രൻ വട്ടം പിടിച്ചു. മൂർത്തി! ചന്ദ്രൻ അലറി. എന്റെ മകൾക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ ഇവനെ ഞാൻ വിടില്ല. നോക്ക്, ഇത് പൊതുവഴിയാ. ആളുകൾ നോക്കി നിൽക്കുന്നു. എന്നെ കൊണ്ട് നിങ്ങൾ വേണ്ടാത്ത പണി ചെയ്യിപ്പിക്കല്ലേ. അമർത്തിയ സ്വരത്തിൽ തിരുമൂർത്തി ചന്ദ്രന്റെ കാതിൽ പറഞ്ഞു. അതല്ല, എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് എങ്ങോട്ടെങ്കിലും മാറിയിരിക്കാം. സ്വസ്ഥത? ചന്ദ്രൻ കാറി തുപ്പി. മിനിഞ്ഞാന്ന് മുതൽ അതെന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ മോള്, അവളെ കാണാതെ എന്റെ ജീവിതത്തിൽ ഇനി അത് ഉണ്ടാകത്തുമില്ല. ചന്ദ്രൻ തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന മൂർത്തിയുടെ കൈകൾ കുടഞ്ഞു കളയാൻ ഒരു ശ്രമം നടത്തി നോക്കി. സാധിച്ചില്ല. അപ്പോഴേക്കും ലെനിനും ചന്ദ്രന്റെ കയ്യിൽ പിടുത്തമിട്ടു. വിട് കഴിവേറിയെന്നെ, ഇനി ഞാൻ മേല് കീഴ് നോക്കത്തില്ല, അവൻ പറഞ്ഞു. ഞൊടിയിടയിൽ ചന്ദ്രൻ ലെനിനെ പിടിച്ചിരുന്ന ഒരു കൈ വിട്ടു. പിന്നെ താൻ ധരിച്ചിരുന്ന കാക്കി ഷർട്ടിന്റെ മുൻഭാഗം മേലേക്കുയർത്തി മടിക്കുത്തിൽ നിന്നൊരു കഠാര വലിച്ചെടുത്തു. അതിന്റെ പിടിയിൽ ബട്ടണിൽ പ്രസ് ചെയ്തതും 4 ഇഞ്ചോളം നീളത്തിൽ മുന പുറത്തേക്ക് ചാടി. ചന്ദ്രൻ ആ കഠാര ലെനിന്റെ കഴുത്തിൽ കുറുകെ അമർത്തി അവനെ സുമോയിലേക്ക് ചേർത്ത് നിർത്തി. ഞാനും ഇനി മേലും കീഴും നോക്കത്തില്ല ലെനിനെ. അളമുട്ടി നിൽക്കുവാ ഞാനും. അയാളുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. ചന്ദ്രന്റെ കയ്യിൽ പിടിച്ചിരുന്ന ലെനിന്റെ കൈ അറിയാതെ അയഞ്ഞു. മൂർത്തി, എന്നെ വിടാൻ നിന്നോട് ഇനി ഞാൻ പ്രത്യേകം പറയണോ? അതോ ഞാൻ ഇവന്റെ കഴുത്ത് കണ്ടിക്കുന്നത് വരെ നീ ഇങ്ങനെ നിൽക്കുമോ? ഷോക്കേറ്റതുപോലെ മൂർത്തി പിടിവിട്ട് പിന്നോട്ട് മാറി. ചന്ദ്രൻ ക്രൂരമായി ചിരിച്ചു. ഇനി പറഞ്ഞോ ലെനിനെ, എന്റെ മോൾ എന്തിയെ? അവള് ജീവനോടെ ഉണ്ടോ അതോ നീ കൊന്നോ? ലെനിൻ മിടയിറക്കി. അപ്പോൾ കഴുത്തിൽ നേർത്ത നീറ്റൽ. ഭീതിയാൽ അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. മുഖം വിളറി. ആളുകൾ ചുറ്റും കൂടിക്കൊണ്ടിരുന്നു. എന്താ ചന്ദ്രേട്ട ഈ കാണിക്കുന്നത്? ലെനിൻ സാറിന് വിട്. മണ്ണാരപ്പെട്ടിയിൽ ഓട്ടോ ഓടിക്കുന്ന സുനിൽ ഇടപെടാൻ ഭാവിച്ചു. വേണ്ട സുനിലെ, ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യമാ. എന്റെ മോള് സുനന്ദയ്ക്ക് എന്തു പറ്റിയെന്ന് അറിയാവുന്നത് ഇവനാ, ഈ ലെനിന്. ഇവൻ അതെനിക്ക് പറഞ്ഞു തരണം. അത് കേട്ട് സുനിലിന്റെ നെറ്റി ചുളിഞ്ഞു. പിന്നെ അവൻ എതിർത്തില്ല. ആ കനത്ത തണുപ്പിലും ലെനിൻദാസ് വിയർത്തു കുളിച്ചു. കഴുത്തിലൂടെ ചാൽ തീർത്തൊഴുകിയ വിയർപ്പ്. ചന്ദ്രൻ അമർത്തിയ കത്തിക്ക് മീതെ വീണ് താഴേക്കൊലിച്ചു. ലെനിൻ, നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ചന്ദ്രന്റെ ശബ്ദം കൂർത്തു. എന്തു വേണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് തിരുമൂർത്തിയും. ചന്ദ്രനെ പിന്തിരിപ്പിക്കുക ബുദ്ധിമുട്ടാണെന്ന് അയാൾക്ക് ഉറപ്പായി. ചന്ദ്രൻ തുടർന്നു. ലെനിൻ, ഇതോടെ നീ തീരുകയാണ്. ഇത്രയും ജനങ്ങളെ സാക്ഷി നിർത്തി നിന്റെ കഥ ഞാനിന്ന് തീർക്കും. എന്നിട്ട് നേരെ മറയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. ഇനിയുള്ള കാലം ജയിലിൽ. എന്നാലും എനിക്ക് വിഷമമില്ലടാ. സങ്കടവും പകയും ചന്ദ്രന്റെ ശബ്ദത്തിൽ പ്രതിധ്വനിച്ചു. ഇനി നീ കാരണം മറയൂരിൽ ഒരച്ഛനമ്മമാർക്കും അവരുടെ പെൺമക്കളെ നഷ്ടപ്പെടരുത്. ശല്യക്കാരായ കാട്ടുപന്നികളെ കൊന്നു മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ കഴിഞ്ഞ ദിവസം സർക്കാർ അനുമതി തന്നില്ലേ? പന്നിയേക്കാൾ ശല്യക്കാരനാണ് നീ.
കാട്ടുമൃഗത്തിന് കൊടുക്കുന്ന മാന്യത പോലും അർഹിക്കാത്തവൻ. നിന്നെ ഞാൻ ഇവിടെ ഇട്ട് കത്തിക്കും. ചന്ദ്രൻ കത്തി ഒന്നുകൂടി ലെനിന്റെ കഴുത്തിൽ അമർത്തി. ചന്ദ്രേട്ടാ പ്ലീസ്. തിരുമൂർത്തി മുന്നോട്ടാഞ്ഞു. വേണ്ട. ചന്ദ്രൻ തല മാത്രം തിരിച്ചു. ആ കണ്ണുകളിൽ എരിയുന്ന അഗ്നി. തിരുമൂർത്തിക്ക് പേടി തോന്നി. ചന്ദ്രന്റെ പല്ലുകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം അയാൾ കേട്ടു. ചന്ദ്രൻ പിന്നെയും ലെനിന്റെ നേരെ തിരിഞ്ഞു. എന്റെ മകളെ എവിടെയാണെന്ന് നീ പറയുന്നില്ലെങ്കിൽ വേണ്ട. ഇനി ആരും അത് അറിയുകയും വേണ്ട. ചന്ദ്രൻ കത്തി ആഞ്ഞു വലിക്കാൻ പോവുകയാണെന്ന് അവിടെ കൂടി നിന്നവർക്ക് ഉറപ്പായി. ചിലർ മുഖം തിരിച്ചു, ചിലർ കണ്ണുകൾ ഇറുക്കിയടച്ചു. പക്ഷേ സൈറൻ ഇട്ടുകൊണ്ട് ഒരു പോലീസ് ജീപ്പ് പാഞ്ഞെത്തി. വല്ലാത്തൊരു ശബ്ദത്തോടെ അതവിടെ ബ്രേക്ക് ഇട്ടു. പോലീസ്! ജനം പെറുപെറുത്തു. ചന്ദ്രൻ അത് കേട്ട് തിരിഞ്ഞു നോക്കി. ആളുകൾക്കും വാഹനങ്ങൾക്കും ഇടയിലൂടെ കുതിച്ചു വരുന്ന പോലീസ് പട. ചന്ദ്രൻ തിരിഞ്ഞു നോക്കിയ ആ ഒരൊറ്റ നിമിഷം തിരുമൂർത്തിക്ക് വിലപ്പെട്ടതായിരുന്നു. ഞൊടിയിടയിൽ മൂർത്തി കുതിച്ചു ചാടി. കടാര പിടിച്ചിരുന്ന ചന്ദ്രൻ കൈ തട്ടി. ആ തക്കത്തിന് ലെനിനും തെന്നി മാറി. തിരുമൂർത്തി ചാടി ഉയർന്നു. കൈമുട്ട് മടക്കി ചന്ദ്രന്റെ പിൻകഴുത്തിൽ ഒറ്റയിടി. ആ! ചന്ദ്രൻ മുന്നോട്ട് മറിഞ്ഞു. ലെനിനും മൂർത്തിയും ചേർന്ന് അയാളുടെ കൈകൾ പിന്നോട്ട് വളച്ച് പുറത്തമർത്തി. കിട്ടിയ നേരത്തിനുള്ളിൽ മൂർത്തി ചന്ദ്രന്റെ പുറത്ത് 4-5 ചവിട്ടും കൊടുത്തു. പോലീസ് വന്ന് മൂർത്തിയെയും ലെനിനെയും പിടിച്ചു മാറ്റി ചന്ദ്രനെ കസ്റ്റഡിയിലെടുത്തു. ഹെഡ് കോൺസ്റ്റബിൾ തോമസ് ചാക്കോ ലെനിന്റെ കഴുത്തിലേക്ക് നോക്കി. അവിടെ വിയർപ്പിൽ ചോരയുടെ നിറവും. ലെനിൻ സാറ് വിശദമായ ഒരു പരാതി എഴുതി തരണം. ഇവന്റെ കാര്യം ഞങ്ങളേറ്റു. എനിക്ക് പരാതിയില്ല സാറേ. എല്ലാവരും കേൾക്കെ ലെനിൻ പറഞ്ഞു. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ചന്ദ്രേട്ടൻ എന്നോട് ഇങ്ങനെ ചെയ്തത്. ഞാനത് മനസ്സിലാക്കുന്നു. തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കാനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തിരുമൂർത്തി വിസ്മയത്തോടെ ലെനിനെ നോക്കി. അവനൊന്ന് കണ്ണിറുക്കി. അവിടെ തിങ്ങിക്കൂടിയ ജനങ്ങൾക്കും അത്ഭുതമായിരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ലെനിന് ചന്ദ്രനോട് ക്ഷമിക്കാൻ തോന്നിയല്ലോ. പക്ഷേ മുന്നോട്ടാഞ്ഞു ലെനിൻ. ചന്ദ്രന്റെ കാതിൽ മന്ത്രിച്ചു. നായിന്റെ മോനെ, നീ കത്തി വെച്ചത് ആരുടെ കഴുത്തിലാണെന്ന് അറിയാമോ? കത്തി പിടിച്ച നിന്റെ ഈ കൈയും ഡയലോഗ് പറഞ്ഞ നിന്റെ തലയും ഞാൻ ഇൻഷുർ ചെയ്തു കഴിഞ്ഞു മരണത്തിന്. അവൻ വെട്ടിത്തിരിഞ്ഞ് സുമോയിൽ കയറി. തിരുമൂർത്തിയും. പോലീസ് റോഡിലെ ട്രാഫിക് ബ്ലോക്ക് മാറ്റി. സുമോ വലത്തോട്ട് പാഞ്ഞുപോയി. ബസ് സ്റ്റാൻഡിനടുത്ത് എത്തിയപ്പോൾ ലെനിൻ കർച്ചീഫ് എടുത്ത് കഴുത്ത് തുടച്ചിട്ട് അതിലേക്ക് നോക്കി. ചോര. മൂർത്തി, കണ്ടേന സാബുവിനെ വിളിക്ക്. ഈ രാത്രിക്കപ്പുറം ചന്ദ്രൻ പോകരുത്. എന്റെ കാൽക്കീഴിൽ എത്തിക്കണം. ശരി മുതലാളി. ഒരു വളവ് തിരിക്കുന്നതിനിടയിൽ തന്നെ തിരുമൂർത്തി സെൽഫോൺ എടുത്ത് കണ്ടെയ്നർ സാബുവിനെ വിളിച്ച് നിർദ്ദേശം നൽകി. ഇന്ന് ചെയ്തു തീർക്കേണ്ട ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട് മൂർത്തി. ലെനിൻ ഒരു സിഗരറ്റ് കത്തിക്കാനുള്ള സമയമെടുത്തിട്ട് തുടർന്നു. ശർക്കരക്കളത്തിൽ ജോലി മുടങ്ങാൻ പാടില്ലെന്ന് കരാറുകാരനെ വിളിച്ചു പറയണം. ഇന്നലെ അവിടെ പോലീസ് ചെന്നതൊക്കെ ആളുകളിൽ സംശയമുണ്ടാക്കിയിട്ടുണ്ട്. കൊപ്പറയിൽ ഉറഞ്ഞുപോയ ശർക്കര കുത്തിപ്പൊളിച്ച് ഇനി ആർക്കും അന്വേഷിക്കാൻ പറ്റാത്ത ഭാഗത്തേക്ക് കളഞ്ഞേക്കാൻ പറ. മീനാക്ഷിയമ്മയും ദുർഗയും ഇന്ന് തന്നെ അവിടെ ജോലിക്ക് കയറണം. അവരെ ശ്രദ്ധിക്കാൻ ഒരാളെ ഏർപ്പാട് ചെയ്യുകയും വേണം. മൂർത്തി തലകുലുക്കി സമ്മതിച്ചു. ലെനിൻ തുടർന്നു. ആ ചിന്നിനെ കാണണം. ഇന്നലെ നമ്മൾ പോന്നതിന് ശേഷം അവിടെ എന്തുണ്ടായെന്ന് അറിയണം. ലെനിൻ പറഞ്ഞ് നിർത്തിയതും തിരുമൂർത്തിയുടെ ഫോൺ ശബ്ദിച്ചതും ഒന്നിച്ചായിരുന്നു. അയാൾ അതെടുത്ത് നമ്പർ നോക്കി. ചിന്നാർ ചെക്ക് പോസ്റ്റിൽ നിന്നാ പറഞ്ഞിട്ട് സെൽഫോൺ കാതോട് ചേർത്തു. അയാളുടെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നി. എപ്പോ? ശരി. കോൾ കട്ട് ചെയ്ത് അയാൾ ലെനിനെ നോക്കി. എന്താടാ? ചിന്നനും കുടുംബവും വെളുപ്പിന് ചിന്നാർ കടന്ന് തമിഴ്നാട്ടിലേക്ക് പോയെന്ന്. ലെനിൻ ഒന്ന് ഞെട്ടി. അതിനർത്ഥം ഒന്നേ ഉള്ളൂ, എസ് ഐ ധർമ്മരാജൻ മരിച്ചിട്ടില്ല. പണി കിട്ടിയല്ലോ മൂർത്തി. മൂർത്തി അമർത്തി മൂളി. ചിന്നനെ ഇനി കിട്ടാൻ പ്രയാസമാ. കൊടന്നൂർ ദേവീക്ഷേത്രത്തിൽ ഇന്ന് പൂജയുള്ള ദിവസമാ. ആയിരക്കണക്കിന് ആളുകളാ ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും ചിന്നാറിലെത്തുന്നത്. അവരുടെ ഏതെങ്കിലും ഒരു വാഹനത്തിൽ ചിന്നനും കുടുംബവും രക്ഷപ്പെട്ടിരിക്കും. പ്രശ്നങ്ങൾ കലങ്ങി മറിയുകയാണെന്ന് തോന്നി ലെനിൻദാസിന്. സുമോ നാച്ചിവേൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പിന്നിട്ടു. എതിരെ പഴനിക്ക് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് വരുന്നുണ്ടായിരുന്നു. അതിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ തിരുമൂർത്തി സംശയം പ്രകടിപ്പിച്ചു. ഗോപിദാസ് സാറ് ഈ സംഭവം അറിഞ്ഞു കാണും. പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നാ എന്റെ പേടി. ലെനിൻദാസിനും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സംശയം.
അച്ഛൻ വിവരമറിഞ്ഞിട്ടുണ്ടെങ്കിൽ. റോഡ് സൈഡിൽ നിരന്നു നിന്നിരുന്ന പ്ലാത്തിപ്പച്ച എന്ന വിഷച്ചെടിയിൽ ഒരു നിമിഷം അവന്റെ കണ്ണുകൾ ഉടക്കി. ചന്ദനത്തോട്ടം അവസാനിക്കുന്ന ഭാഗത്ത് സുമോ എത്തി. സെന്റ് തോമസ് LP സ്കൂൾ പിന്നിട്ട് വലതുവശത്തേക്ക് തിരിയുന്ന വഴിക്കരികിൽ സുമോയുടെ വേഗത കുറഞ്ഞു. ഇരുവശത്തും കവിങ്ങിൻ തോപ്പുകൾ, അവയിൽ നിറയെ പഴുത്ത അടയ്ക്കകൾ. 200 മീറ്ററോളം അകത്തേക്ക് ചെന്നപ്പോൾ ഗേറ്റ് കണ്ടു. അതിനപ്പുറം ഇരുനില വീട്, പഴമയുടെ പ്രൗഢി നിറഞ്ഞു നിൽക്കുന്ന വീട്. വാച്ചർ ഓടി വന്ന് ഗേറ്റ് തുറന്നു. ചെടികൾക്കിടയിലൂടെയുള്ള ഡ്രൈവേയിലൂടെ സുമോ പോർച്ചിന് മുന്നിലെത്തി. പോർച്ചിൽ തൂവെള്ള സ്കോഡ കാർ കിടക്കുന്നത് കണ്ടപ്പോൾ ലെനിൻ പെറുപെറുത്തു. അച്ഛൻ സ്ഥലത്തുണ്ട്. തിരുമൂർത്തി പുറത്തിറങ്ങി സുമോയിൽ ചാരി നിന്നു. ലെനിൻ ഒരു നിമിഷം സംശയിച്ചു നിന്നിട്ട് പ്രധാന വാതിൽക്കിലെത്തി. വാതിൽ തുറന്നു കിടക്കുകയാണ്. അകത്ത് ഗോപിദാസ് ഉച്ചത്തിൽ ഫോണിൽ സംസാരിക്കുന്നത് ലെനിൻ കേട്ടു. അവൻ അകത്തേക്ക് കാൽ വെച്ചതും ഫോൺ വച്ചിട്ട് ഗോപിദാസ് വെട്ടിത്തിരിഞ്ഞു. തൂവെള്ള ജുബയും മുണ്ടു ഷർട്ടും, ക്ലീൻ ഷേവ്, കഷണ്ടി കയറിയ തലയിൽ എണ്ണ പുരട്ടി പിന്നോട്ട് ചീകി വെച്ചിരിക്കുന്ന തലമുടി. അച്ഛനെ ഒന്ന് നോക്കിയിട്ട് അവൻ സ്റ്റെയർ കേസിന് നേരെ നടന്നു. നിൽക്ക്! ഗോപിദാസിന്റെ ശബ്ദമുയർന്നു. അവൻ നിന്നു. ഇന്നലെ നീ എവിടെയായിരുന്നു? അതു പിന്നെ അവൻ പരുങ്ങി. ഏതോ ഒരു പെണ്ണിന്റെ തിരോധാനവും നിന്റെ പേരും തമ്മിൽ ചേർത്ത് വായിക്കുന്നുണ്ടല്ലോ ചിലർ. എന്താ അതിലെ യാഥാർത്ഥ്യം? അതു പിന്നെ ജനങ്ങൾക്ക് എന്താ പറയാൻ കഴിയാത്തത്? അവൻ ആ ചോദ്യം അവഗണിച്ചു. ഇന്ന് രാവിലെ ശാന്ത ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ച് ഒരാൾ നിന്റെ കഴുത്തിൽ കത്തിവെച്ചതും വെറുതെയാണോ? ലെനിൻ പരുങ്ങി. അച്ഛൻ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇലക്ഷൻ അടുത്ത് വരുന്നതുകൊണ്ട് എന്നെ കരിവാരി തേച്ച് കാണിക്കാൻ ചിലർ. അവൻ പൂർത്തിയാക്കാൻ ഗോപിദാസ് സമ്മതിച്ചില്ല. കള്ളം പറയണ്ട! അയാൾ കൈ ഉയർത്തി. നിന്നെ ഇലക്ഷന് നിർത്താൻ പാർട്ടി ഇനിയും തീരുമാനിച്ചിട്ടില്ല. അതിന്റെ കാരണം നിന്റെ ഇമ്മോറൽ ട്രാഫിക്കുകൾ തന്നെ. പാർട്ടിക്ക് വലുത് ഒരു സീറ്റ് തന്നെ, അത് മറക്കരുത്. പാർട്ടിക്ക് ദോഷം വരത്തക്ക വിധം ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ലെനിന്റെ ഭാവം മാറി. പക്ഷേ വീട്ടിലുള്ളവർ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് മാത്രമാണോടാ കുറ്റം? ഗോപിദാസിന്റെ ശബ്ദമുയർന്നു. രണ്ടാളും കൂടിയെന്താ രാവിലെ തന്നെ? അപ്പുറത്ത് ജോലിക്കാരുണ്ട്, മറക്കണ്ട. അടുക്കളയിൽ നിന്ന് സുധാമണി തിടുക്കത്തിൽ അങ്ങോട്ട് വന്നു. നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? ഗോപിദാസ് ഭാര്യയ്ക്ക് നേരെ തിരിഞ്ഞു. നിന്റെ ഭരണം അടുക്കളയിൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുധാമണി മുഖം വെട്ടിച്ചു. അല്ലെങ്കിലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ലെനിനെ ഇലക്ഷന് നിർത്തണമെന്ന് പറഞ്ഞപ്പോ മുതൽ നിങ്ങൾക്ക് തുടങ്ങിയ കലിപ്പ. സുധാമണി മകന്റെ പക്ഷം ചേർന്നു. ലെനിന് അത് ആവേശമായി. ശരിയാണമ്മേ, രാഷ്ട്രീയത്തിൽ അച്ഛനും മകനുമില്ലെന്ന് കഴിഞ്ഞ ദിവസം പറയുകൂടി ചെയ്തപ്പോഴേ എനിക്ക് ഉറപ്പായതാ. അധികാരം കൈവിടാൻ അച്ഛന് മനസ്സില്ല. മകൻ നന്നാവുന്നത് കാണാൻ ഇഷ്ടവുമില്ല. ലെനിൻ! ഗോപിദാസ് അവന്റെ നേരെ ചൂടുകൾ വെച്ചു. സുധാമണി ഇടയ്ക്കു കയറി. എന്താ ഇത്? ഗോപിദാസ് ഇടം കൈ കൊണ്ട് അവരെ ഒരു വശത്തേക്ക് മാറ്റി. പിന്നെ മകന്റെ മുന്നിലെത്തി ആ കണ്ണുകളിലേക്ക് നോക്കി. നീ നന്നാകുന്നത് എനിക്ക് ഇഷ്ടമില്ല, അല്ലേ? ലെനിൻ മിണ്ടിയില്ല. പുച്ഛഭാവത്തിൽ ഒരു ചിരിയുണ്ടായി ഗോപിദാസിന്റെ ചുണ്ടിൽ. കോളേജിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് നിന്റെ ഈ സ്വഭാവം. അടുത്ത ആഴ്ച ജയിലിൽ നിന്നിറങ്ങുന്നുണ്ട് ഒരാൾ, ശിവജി. അവന്റെ ചോദ്യങ്ങൾക്ക് നീ എന്തുത്തരം പറയും? ഇന്ന് നിന്റെ കഴുത്തിൽ കത്തിവെച്ചില്ലേ ഒരു ട്രാക്ടർ ഡ്രൈവർ? അയാളോട് നീ മറുപടി പറയാഞ്ഞത് എന്താടാ? ശരിക്കും പതറിപ്പോയി ലെനിൻ. ഞാൻ എന്താ കേൾക്കുന്നത്? സുധാമണി മകനെ തുറച്ചു നോക്കി. അവന്റെ കഴുത്തിലെ ചോരയുടെ ചുവപ്പ് അവർ കണ്ടു. എന്താ ലെനിനേത്? അവർ ഭർത്താവിനെയും മകനെയും മാറി മാറി നോക്കി. ഉത്തരം പറഞ്ഞത് ഗോപിദാസ് ആണ്. ഒരു ഗ്രാമം മുഴുവൻ കാത്തിരിക്കുകയാണ് ശിവജിയുടെ വരവിന്. പിന്നെ ഇലക്ഷന് നിന്നാൽ ഇവൻ ഒറ്റ വോട്ട് കിട്ടുമോ? അതിനിടയിലാണ് പുതിയൊരു പെണ്ണുകേസ്. ഛീ! ശിവജിയെ പുറത്തിറക്കുന്നത് സർക്കാരല്ലേ? അത് വേണ്ടെന്ന് അച്ഛന് പറഞ്ഞുകൂടായിരുന്നോ? ലെനിൻ വാദിച്ചു. മനസ്സിലായിരുന്നടാ എനിക്ക്. സർക്കാർ 209 തടവുകാരെ പുറത്തുവിടുന്നെങ്കിൽ പാർട്ടിക്ക് അതിന് വ്യക്തമായ ധാരണയും പ്രതീക്ഷകളുമുണ്ട്. നിനക്ക് വേണ്ടി അതൊന്നും മാറ്റാൻ പാർട്ടിക്ക് കഴിയില്ലായിരുന്നു, അത്ര തന്നെ. അച്ഛനും അതിനു പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ? ഗോപിദാസ് രൂക്ഷമായി അവനെ നോക്കി. മനസ്സിലായില്ല? എന്നെ മത്സരിപ്പിക്കാതെ അച്ഛന് തന്നെ വീണ്ടും നിൽക്കണം, അതല്ലേ? അവൻ കൈ ചൂണ്ടി.
തീരുമാനം എന്തായാലും അത് എന്റേതായിരിക്കില്ല, പാർട്ടിയുടേതായിരിക്കും. നടക്കത്തില്ല. ഇത്തവണ എന്നെ മത്സരിപ്പിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ഒന്നും നോക്കത്തില്ല. എന്ന് വെച്ചാ പാർട്ടി തീരുമാനിക്കുന്നത് ഞാൻ മത്സരിക്കണമെന്നാണെങ്കിൽ കൊല്ലും ഞാൻ. ഒറ്റ കുതിപ്പിന് അവൻ ഗോപിദാസിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. നമ്മുടെ പാർട്ടി ടിക്കറ്റിൽ ഈ ദേവികുളത്ത് ഞാനല്ലാതെ ആരും മത്സരിക്കില്ല. അതിന് സമ്മതിക്കില്ല ഞാൻ. ലെനിനെ, അച്ഛനെ വിടടാ, സുധാമണി അലറിക്കരഞ്ഞു. അടുക്കളയിൽ നിന്ന് ജോലിക്കാരും പുറത്തുനിന്ന് തിരുമൂർത്തിയും കരച്ചിൽ കേട്ട് സിറ്റിംഗ് റൂമിലേക്ക് ഓടി വന്നു. അവർ ചെല്ലുമ്പോൾ ലെനിന്റെ കൈക്കുള്ളിൽ ശ്വാസം കിട്ടാതെ പിടയുകയായിരുന്നു ഗോപിദാസ്. ഒരു കാട്ടുമൃഗത്തിന്റെ മുഖഭാവത്തോടെ ലെനിൻ അച്ഛന്റെ കഴുത്തിൽ അമർത്തിക്കൊണ്ടിരുന്നു. ലക്ഷ്യമാണ് എനിക്ക് വലുത്. അതിനെതിരെ ആര് വന്നാലും വച്ചേക്കില്ല ഞാൻ. മകന്റെ കൈകൾ സുധാമണി വിടുവിക്കാൻ ശ്രമിച്ചു. അവൻ അവരെ കുടഞ്ഞെറിഞ്ഞു. അയ്യോ! പിന്നോട്ട് തെറിച്ച സുധാമണി ഒരു സെറ്റിയിൽ തലയിടിച്ച് മാർബിൾ ഫ്ലോറിലേക്ക് മറിഞ്ഞു. അപ്പോൾ പുറത്തൊരു വാഹനത്തിന്റെ ടയർ ഒഴിഞ്ഞു നിൽക്കുന്ന ശബ്ദമുയർന്നു. തിരുമൂർത്തി വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് നോക്കി. തങ്ങൾ വന്ന സുമോയ്ക്ക് പിന്നിൽ ഒരു പോലീസ് ജീപ്പ് ബ്രേക്ക് ഇട്ട് നിൽക്കുന്നു. അതിൽ വന്നിരിക്കുന്നത് ആരാണെങ്കിലും അകത്തെ കാഴ്ച കാണാൻ പാടില്ല. ഞൊടിയിടയിൽ തിരുമൂർത്തി വാതിലടച്ച് ബോൾട്ടിട്ടു. ലെനിൻ! അവ്യക്തമായ ഒരു ഞെരക്കത്തോടെ ഗോപിദാസ് പിടയുകയാണ്. അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളുകയും കഴുത്തിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകയും ചെയ്തു. തുറന്ന വായിൽ നിന്ന് ഉമിനീർ ഇറ്റുവീണു. തിരുമൂർത്തിക്ക് അപകടം മണത്തു. ഇനി വൈകിയാൽ ഗോപിദാസ് സാർ ബാക്കിയാവില്ല. മുതലാളി, സാറിനെ കൊല്ലരുത്! അയാൾ മുന്നോട്ട് കുതിച്ചു. കൊല്ലും ഞാൻ! ലെനിൻ പല്ലു ഞെരിച്ചു. കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാൻ തീരുമാനിച്ചോ? പുറത്ത് പോലീസുകാർ വന്നിരിക്കുന്നു. മുതലാളിക്ക് MLA ആകണ്ടേ? ശത്രുക്കളെ ഒതുക്കേണ്ടേ? ആ ചോദ്യം ലെനിന്റെ മനസ്സിൽ തറച്ചു. പെട്ടെന്ന് അവൻ പിടിവിട്ടു. കഴുത്തൊടിഞ്ഞതുപോലെ ഗോപിദാസ് താഴെ വീണു. അയ്യോ, എന്റെ ദൈവമേ! വീണിടത്തു നിന്ന് തല തടവിക്കൊണ്ട് സുധാമണി ഭർത്താവിന്റെ അരികിലേക്ക് ഇഴഞ്ഞു വന്നു. കഴുത്തിൽ അമർത്തി തടവിക്കൊണ്ട് ഗോപിദാസ് ചുമച്ചു. പെട്ടെന്ന് കോളിംഗ് ബെൽ ശബ്ദിച്ചു. പോലീസാ? തിരുമൂർത്തി ശബ്ദം താഴ്ത്തി. കലിയടങ്ങാതെ അച്ഛനെ നോക്കി നിൽക്കുകയായിരുന്നു ലെനിൻ. സൂക്ഷിച്ചോ എന്ന ഭാവത്തിൽ അവൻ വിരൽ ചൂണ്ടി. രോഷത്താൽ ആ വിരൽ നിന്ന് വിറച്ചു. മുതലാളി റൂമിലോട്ട് പോയാട്ടെ. മൂർത്തി അവനെ ഉന്തി തള്ളി സ്റ്റെയർ കേസ് കടത്തിവിട്ടു. പിന്നെ ഗോപിദാസിനെ പിടിച്ചുയർത്തി സെറ്റിയിലിരുത്തി. വെള്ളം, അയാൾ മന്ത്രിച്ചു. കോളിംഗ് ബെൽ വീണ്ടും കരഞ്ഞു. തിരുമൂർത്തി വാതിൽക്കലേക്കൊന്ന് നോക്കിയിട്ട് ഫ്രിഡ്ജിനരികിലേക്ക് ഓടി. അവിടെ എല്ലാം കണ്ടും കേട്ടും സ്തബ്ധരായി നിന്ന അടുക്കളക്കാരികളോട് ചീറി. എന്തോന്ന് കണ്ടോണ്ട് നിൽക്കുവാടി നീയൊക്കെ? പോ അപ്പുറത്ത്. പിന്നെ ഇവിടെ നടന്നത് പുറത്താരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ. സ്ത്രീകൾ ഭയന്ന് പിൻവാങ്ങി. അയാൾ വെള്ളം എടുത്തുകൊണ്ട് ചെന്ന് ഗോപിദാസിന്റെ വായിലേക്ക് അല്പമായി ഒഴിച്ചു കൊടുത്തു. അയാളുടെ കിതപ്പടങ്ങിയിരുന്നില്ല. അവൻ നന്നാവത്തില്ല, ഗോപിദാസ് പിറുപിറുത്തു. ഇങ്ങനെയൊക്കെ പറയാതെ, അയാൾക്കരികിലിരുന്ന് സുധാമണി യാചിച്ചു. പിന്നെ എങ്ങനെ പറയണം? ഗോപിദാസിന്റെ ഒച്ച പതറി. തന്റെ കൊല്ലാൻ നോക്കുന്നവന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണോ ഞാൻ? മൂന്നാമതും കോളിംഗ് ബെൽ ശബ്ദിച്ചു. നീ ചെന്ന് വാതിൽ തുറക്ക്. ഗോപിദാസ് മൂർത്തിയെ നോക്കി. അയാൾ ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ 3-ആം DYSP രാജൻ പണിക്കർ. അയാൾ മൂർത്തിയെ അടിമുടി ഒന്ന് നോക്കി. പിന്നെ തിരക്കി. ഗോപി സാറുണ്ടോ? ഉണ്ട്. രാജൻ പണിക്കർ അകത്തേക്ക് കയറി. എന്താ പണിക്കരെ? എതിരെ കിടന്ന സെറ്റിയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഗോപിദാസ് ചിരിക്കാൻ ശ്രമിച്ചു. മറയൂരിന് പോകാൻ വന്നതാ ഞാൻ. അതിനിടെ സാറിനെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. അയാൾ ഇരുന്നിട്ട് തൊപ്പിയെടുത്ത് മടിയിൽ വച്ചു. സാർ എന്താ വല്ലാതെ? സ്റ്റെയർ കേസ് കയറാൻ നേരം ഒന്ന് വീണു. പറഞ്ഞത് സുധാമണിയാണ്. അയ്യോ, എങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം. അതൊന്നും വേണ്ടടോ. ആ, മറയൂര് എന്തോ വിശേഷിച്ച്? SI ധർമ്മരാജന് ഒരു ആക്സിഡന്റ്. ആളിപ്പോ മിസ്സിംഗ് ആ. ഗോപിദാസ് ഒരു നിമിഷം എന്തോ ഓർത്തു. വാതിൽക്കൽ നിന്നിരുന്ന തിരുമൂർത്തി സൂത്രത്തിൽ പുറത്തിറങ്ങി. ലെനിൻ ഇവിടെയില്ലേ? രാജൻ പണിക്കർ ചുറ്റും നോക്കി. ഉണ്ട്, റൂമിലാവും. വിളിക്കണോ? വേണ്ട. രാജൻ പണിക്കർ എഴുന്നേറ്റു. എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. അയാൾ പോയി. ആ വരവ് വെറുതെയല്ലെന്ന് തോന്നി ഗോപിദാസിന്. നേരം ഉച്ച കഴിഞ്ഞു. മീനാക്ഷിയമ്മയുടെ വീട്ടിലേക്ക് തിടുക്കത്തിൽ അമരാവതി തള്ള വന്നു. ദുർഗയും മീനാക്ഷിയമ്മയും ചെല്ലനും അവിടെ ഇരിപ്പുണ്ടായിരുന്നു.
തള്ള വടി ഭിത്തിയിൽ ചാരി വെച്ചിട്ട് അവിടെ നിന്ന് കിതച്ചു. എന്തിനാ അമ്മച്ചി ഇത്രയും വേഗത്തിൽ നടന്നത്? ദുർഗ തിരക്കി. കുഴിയിലെ വാസുദേവൻ ഒരു കാര്യം പറഞ്ഞു. മൂവരും തള്ളയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ശിവജിയെ അടുത്ത ആഴ്ച ജയിലിൽ നിന്ന് വിടും പോലും. മറയൂരിൽ വെച്ചാ വാസു വിവരം അറിഞ്ഞത്. ഏ? മീനാക്ഷി അമ്മയ്ക്കും ദുർഗയ്ക്കും പെട്ടെന്നൊരു കുളിരുണ്ടായി. കൊട്ടാവാച്ചി നേരാണ് പറയണത്. ചെല്ലൻ അവരെ തുറിച്ചു നോക്കി. എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തള്ള വടിയെടുത്ത് ഓങ്ങി. ചെല്ലൻ തന്നിലേക്ക് തന്നെ ഒന്ന് ചുരുങ്ങി. തള്ള തുടർന്നു. ശിവജി വരാൻ കാത്തിരിക്കുകയോ എല്ലാരും. എന്നിട്ട് വേണം ഇവിടുത്തെ യൂക്കാലി മരങ്ങൾ വെട്ടാൻ. പണ്ടത്തെ പോലെ ഇവിടെ നിറച്ച് നെല്ല് നിൽക്കുന്നത് കണ്ടേച്ച് ചാകണം എന്നൊരാഗ്രഹമേ എനിക്കുള്ളൂ. മീനാക്ഷി അമ്മയും ഓർത്തു. താഴെ റോഡിൽ നിന്ന് നോക്കിയാൽ കുന്നിന്റെ നെറുകയിൽ വരെ നെൽപ്പാടങ്ങൾ. അവ പഴുത്തു നിൽക്കുമ്പോൾ സ്വർണം ഉരുക്കി ഒഴിച്ചതുപോലെ തോന്നുമായിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് യൂക്കാലിപ്റ്റസ് മരങ്ങൾ, ബാക്കി കരിമ്പിൻ തോട്ടങ്ങൾ മാത്രം. ഇടയ്ക്ക് വെളുത്തുള്ളിയും ക്യാബേജും കോളിഫ്ലവറും. എത്രയോ പേർക്കാണ് ജോലി നഷ്ടപ്പെട്ടത്. ഈ ചെക്കന്റെ പനി കുറഞ്ഞോ? തള്ളയുടെ ചോദ്യം മീനാക്ഷി അമ്മയെ ഉണർത്തി. ആ, കുറവുണ്ട്. പക്ഷേ ഞാൻ അതല്ല ഓർക്കുന്നത്. ശിവജി വീണ്ടും പ്രകൃതി സംരക്ഷണം എന്നും പറഞ്ഞിറങ്ങിയ അപകടത്തിന്റെ ഒരു വല തനിക്ക് മീതെ പതിക്കുന്നത് പോലെ അവർക്ക് തോന്നി. എന്തുണ്ടാകാനാ, ഒന്നും സംഭവിക്കത്തില്ല, ദുർഗ വീറോടെ പറഞ്ഞു. 10 വർഷം മുമ്പ് ഇവിടുന്ന് പോയ ആളായിരിക്കില്ല ഏട്ടൻ. കാലം മാറിയതിനോടൊപ്പം ഇവിടുത്തെ ജനങ്ങളും മാറിയിട്ടുണ്ട്. പണ്ടൊന്നും ഈ മരങ്ങൾ കൊണ്ടുള്ള ദോഷം ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ അനുഭവത്തിലൂടെ ഓരോരുത്തരും ആപത്ത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ജനങ്ങൾ ഏട്ടന്റെ കൂടെ നിൽക്കും. ഞാനും ഉണ്ടാവും മുൻനിരയിൽ. ദുർഗയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം മിന്നി. എടി പെണ്ണെ നീ. മീനാക്ഷിയമ്മ ബാക്കി പറയും മുമ്പ് മുറ്റത്ത് നിന്നൊരു ശബ്ദം കേട്ടു. ആരുമില്ലേ ഇവിടെ? ആരാ? ദുർഗ വാതിൽക്കലേക്ക് ചെന്നു. അവറാച്ചൻ, കരിമ്പിൻതോട്ടം കരാറെടുത്തിരിക്കുന്ന ആൾ. രാവിലെ മുതലേ നിങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. കാണാനിച്ചു വന്നതാ. യാതൊരു ഭാവഭേദവും കൂടാതെയായിരുന്നു അയാളുടെ സംസാരം. നിങ്ങൾ വേഗം വരണം. ഒരു കൊപ്പറ നീരെങ്കിലും ഇന്ന് ശർക്കരയാക്കണം. നാളെ രാവിലെ എറണാകുളത്തിന് വിടണമെന്ന് ഏറ്റതാ. ദുർഗയും മീനാക്ഷി അമ്മയും വിളറിപ്പോയി. ശർക്കരപ്പാനിയിൽ കിടന്നു പുടയുന്ന സുനന്ദയുടെ രൂപം അവരുടെ മനസ്സിൽ തെളിഞ്ഞു. വീണ്ടും അവിടെ ശർക്കര ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എത്തണം പറഞ്ഞിട്ട് അവറാച്ചൻ തിരിച്ചു നടന്നു. എനിക്ക് പേടിയാ, ഞാൻ വരത്തില്ല, ചെല്ലൻ പെട്ടെന്ന് അറിയിച്ചു. പനിയൊന്നും സാരമില്ല ചെക്ക. കുറച്ച് ചൂട് കൊണ്ട് വേർത്ത് കഴിയുമ്പോ അതങ്ങ് പോകും. തള്ള അവനെ നോക്കി. അതല്ല, അവൻ പെറുപെറുത്തു. ചെല്ലാ, ദുർഗ താക്കീത് പോലെ വിളിച്ചു. അതോടെ അവന്റെ നാവടഞ്ഞു. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? അമരാവതി തള്ള തിരിച്ചുപോയി. ചെല്ലം പറഞ്ഞതുപോലെ എനിക്കും വയ്യമ്മേ ഇനി ആ ഷെഡിലേക്ക് കാലുകുത്താൻ. ആ കൊപ്പറയിൽ പാനി ഉണ്ടാക്കി ശർക്കര പിടിക്കുക എന്ന് പറഞ്ഞ. ഭീതിയും അറപ്പും നിറഞ്ഞ ഒരു ഭാവം അവളുടെ മുഖത്ത് തിങ്ങി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ പെണ്ണെ? നമ്മൾ ഔറാച്ചന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയതല്ലേ, അതങ്ങ് തിരിച്ചു കൊടുക്കണം. ചെല്ലനാണ് പറഞ്ഞത്. നീ മിണ്ടരുത്. മീനാക്ഷി അമ്മ കണ്ണുരുട്ടി. പിന്നെ മുന്നോട്ട് ചെന്ന് മകളുടെ തോളിൽ കൈവച്ചു. കാശ് തിരിച്ചു കൊടുത്താൽ മാത്രം തീരുന്ന പ്രശ്നമല്ലിത്. നമ്മൾ അവിടെ ജോലിക്ക് പോകാതിരുന്ന മറ്റുള്ളവരോട് എന്ത് മറുപടി പറയും? വല്ലവും വിട്ടു പറഞ്ഞു പോയാ ആ ലെനിൻ നമ്മളെ വെച്ചേക്കുമോ? എന്തിനും ശിവജി വരുന്നത് വരെ നമ്മൾ പിടിച്ചു നിന്നേ പറ്റൂ. അമ്മ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ദുർഗയ്ക്ക് അറിയാം. പക്ഷേ മറ്റൊരു അപകടം കൂടിയുണ്ടെന്ന് അവൾ ഓർത്തു. തന്നെ പോലീസിന് ചൂണ്ടിക്കൊടുത്തതിന്റെ പക തിരുമൂർത്തിക്കുണ്ട്. ഏത് നിമിഷവും അയാൾ എത്തിയേക്കാം. വാ മോളെ, വല്ലതും കഴിച്ചിട്ട് നമുക്ക് ഷെഡിലേക്ക് പോകാം. മീനാക്ഷി അമ്മ അവളുടെ കൈ പിടിച്ച അടുക്കളയിലേക്ക് നടന്നു. ആ നേരത്ത് മറയൂർ ചിന്നാർ റോഡിൽ തൽക്കാലത്തേക്ക് വാഹനങ്ങൾ നിരോധിക്കപ്പെട്ടിരുന്നു. മൂന്നാർ ഡിവൈഎസ്പി രാജൻ പടിക്കരും സി എ ആന്റണിയും ഒരു വലിയ പോലീസ് സംഘവും ഉണ്ടായിരുന്നു. ആലാമ്പെട്ടി കോളനിയിലേക്ക് തിരിയുന്നതിന്റെ അല്പം മുന്നോട്ട് മാറിയുള്ള വളവിൽ ഫയർഫോഴ്സിന്റെ ഒരു വാഹനവും ജോലിക്കാരും വേറെ. കൂറ്റൻ റിക്കവറി വെഹിക്കിളിന്റെ ഭൂമിൽ നിന്ന് 2 അയൺ റോപ്പുകൾ താഴെ കൊക്കയിലേക്ക് താണുപോയിരിക്കുന്നു. റോഡിന്റെ വിളിമ്പിൽ നിന്ന് രാജൻ പണിക്കർ താഴേക്ക് നോക്കി. ഒന്നും കാണാനില്ല. മുകളിൽ നിന്ന് പാറകളിൽ തട്ടി ഒലിച്ചു വരുന്ന
കാട്ടുചോലയുടെ മുഴക്കം മാത്രം കേൾക്കാം. മറയൂർ അഞ്ചുനാട് കേബിൾ വിഷനിലെ ചന്ദ്രശേഖറും ഏതാനും ജീവനക്കാരും ക്യാമറകളും മറ്റുമായി കാത്തു നിൽക്കുകയാണ്. താഴെ കൊക്കയിലേക്ക് ഇറങ്ങിപ്പോയ ഫയർഫോഴ്സ് ജീവനക്കാരിൽ നിന്നും സിഗ്നൽ കിട്ടിയപ്പോൾ ക്രെയിൻ ഓപ്പറേറ്റർ പുറത്തുനിന്ന് ലിവർ വലിച്ചു. നേരിയ മൂളലോടെ ഇരുമ്പുവടങ്ങൾ വിഞ്ചിൽ ചുറ്റിമുറുകി ഉയർന്നു തുടങ്ങി. നിറഞ്ഞ ഉദ്യോഗത്തോടെ താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നു പോലീസുകാർ. ഇതിനിടെ CI ആന്റണി രാജൻ പണിക്കരുടെ അടുത്തെത്തി ശബ്ദം താഴ്ത്തി പറഞ്ഞു, ASI സക്കറിയുടെ മൊഴിയിൽ പറയും പോലെയുള്ള ഒരു അപകടമാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല സർ. ചോദ്യഭാവത്തിൽ രാജൻ പണിക്കർ ആന്റണിയെ നോക്കി. അയാൾ പറഞ്ഞതുപോലെ ഈ ഭാഗത്ത് വെച്ച് ധർമ്മരാജന്റെ ജീപ്പ് വലത്തേക്ക് വെട്ടിക്കാനുള്ള സാധ്യത തീരെ കാണുന്നില്ല. രാജൻ പണിക്കർ റോഡിന്റെ ഇരുവശത്തേക്ക് നോക്കി. താഴെ നിന്ന് വളഞ്ഞു തിരിഞ്ഞു വരുന്ന റോഡ്, മുകളിലെ തിട്ടയിൽ ഞണ്ടിന്റെ കാലുകൾ പോലെ മണ്ണിൽ അള്ളി പിടിച്ചു നിൽക്കുന്ന വൃക്ഷത്തിന്റെ വേരുകൾ. ആന്റണി തുടർന്നു, താഴെ നിന്ന് വരുന്ന വാഹനത്തിന്റെ വെളിച്ചം എങ്ങനെയും ധർമ്മരാജന് കാണാൻ സാധിക്കും. അപ്പോൾ സൈഡ് കൊടുക്കാൻ പറ്റിയ ഭാഗത്തെ അയാൾ വണ്ടി ഒതുക്കൂ. രാജൻ പണിക്കർ മൂളലോടെ കേട്ടുനിന്നു. ആന്റണിയുടെ സംശയം തീരുന്നില്ല. താഴേക്ക് പതിച്ച ജീപ്പിൽ നിന്നും സക്കറിയ പറഞ്ഞതുപോലെ ഒരു രക്ഷപ്പെടൽ തികച്ചും അസാധ്യം. വൃക്ഷശിഖരത്തിൽ തൂങ്ങി രക്ഷപ്പെട്ടാലും കാലിൽ ഷൂസ് കെട്ടിയിരിക്കുന്നത് കൊണ്ട് അയാൾക്ക് വൃക്ഷത്തിലൂടെ ഊർന്നിറങ്ങാനും ഒട്ടും ശരിയില്ലാത്ത ഈ കൊക്കയിൽ നിന്നും മുകളിലേക്ക് വരാനും കഴിയില്ല. സുരക്ഷിതമായ ഒരു മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ടാണ് അയാൾ ഷൂസ് അയച്ചു മാറ്റിയിരുന്നെങ്കിലോ? രാജൻ പണിക്കർ തർക്കിച്ചു. അങ്ങനെ ചെയ്താൽ തന്നെ അത്തരം ഒരു സിറ്റുവേഷനിൽ അയാൾ ആ ഷൂസ് സൂക്ഷ്മതയോടെ കയ്യിൽ കരുതില്ല, വലിച്ചെറിയുകയുള്ളൂ. മരത്തിൽ നിന്നും താഴെ ഇറങ്ങിയിട്ട് എങ്ങനെയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഷൂസ് ധരിക്കാൻ ശ്രമിക്കുകയുമില്ല. ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കയ്ക്കടിയിൽ അയാളുടെ ഷൂസ് കിടക്കുന്നത് ഞാൻ കണ്ടു സർ. ഐ എം ഷുവർ. കഥ വേറെയാണ്. നമുക്ക് അന്വേഷിക്കാം. തൽക്കാലം താൻ ഇതാരോടും പറയണ്ട, രാജൻ പണിക്കർ നിർദ്ദേശിച്ചു. സർ. താഴെ മരക്കൊമ്പുകൾ അനങ്ങുന്നത് അവർ കണ്ടു. ഒരു വലിയ മാളത്തിൽ നിന്നും പാമ്പ് ഇരയെ വലിച്ചുയർത്തുന്നത് പോലെ മരക്കൊമ്പുകൾക്കിടയിലൂടെ ഇരുമ്പു വടങ്ങളിൽ ഉയർന്നു വരുന്ന ജീപ്പും കണ്ടു. അവരുടെ കണ്ണുകൾ ഇമച്ചിമ്മാതെ അതിൽ തന്നെ തറഞ്ഞു നിന്നു. ജീപ്പ് മെല്ലെ മെല്ലെ റോഡിന്റെ നിരപ്പിലെത്തി. ഓപ്പറേറ്റർ റിവർ റിലീസ് ചെയ്തു. പിന്നെ റിക്കവറി വെഹിക്കിളിൽ കയറി. അത് റോഡിന്റെ മറുഭാഗത്തേക്ക് മെല്ലെ നീക്കി. ഇപ്പോൾ ജീപ്പ് തീർത്തും റോഡിലായി. ഓപ്പറേറ്റർ റോപ്പ് മെല്ലെ അയച്ചു. ആദ്യം ജീപ്പിന്റെ മുൻഭാഗം റോഡിൽ മുട്ടി. അത് കഴിഞ്ഞ് പിൻഭാഗവും. ചന്ദ്രശേഖറും സംഘവും എല്ലാം ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു. തറയിൽ വീണ് ഒടിഞ്ഞു നുറുങ്ങിയ ഒരു കളിപ്പാട്ടം പോലെയായിരുന്നു ജീപ്പ്. അതിന്റെ ടോപ്പ് ഒരു വശത്തേക്ക് ഒടിഞ്ഞു തൂങ്ങിയിരുന്നു. ചുവന്ന തൊപ്പി വെച്ച ഫയർഫോഴ്സ് ജീവനക്കാർ അയൺ റോപ്പ് അഴിച്ചു മാറ്റി. കമോൺ, ആന്റണിയോട് പറഞ്ഞിട്ട് DYSP രാജൻ പണിക്കർ മുന്നോട്ട് നീങ്ങി. ആദ്യം അവർ ജീപ്പിന്റെ മുൻസീറ്റ് പരിശോധിച്ചു. പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല. റിക്കവറി വെഹിക്കിളിന്റെ ബൂമിൽ നിന്നൊരു കയർ ജീപ്പിന്റെ ടോപ്പിൽ കൊളുത്തി മേലേക്ക് ഉയർത്തി നോക്കി. പൊടുന്നനെ രാജൻ പണിക്കരുടെ നെറ്റി ചുളിഞ്ഞു. ജീപ്പിന്റെ പ്ലാറ്റ്ഫോമിൽ കട്ട പിടിച്ചുണങ്ങിയ ചോര. സർ, ആന്റണി കൈ ചൂണ്ടി. സഖറിയയുടെ മൊഴി പ്രകാരം അവർ ഇരുവരും ഇരുന്നത് മുൻസീറ്റിലാണ്. പക്ഷേ പിന്നിൽ ഇങ്ങനെ രക്തം വരണമെങ്കിൽ? രാജൻ പണിക്കർ തലയൊന്നനക്കി. ഇവിടുത്തെ കാര്യങ്ങൾ താൻ നോക്കണം. സർ, ഞാൻ പോകുന്നു. ആന്റണി എന്തോ ചോദിക്കാനായി നാവ് അനക്കും മുമ്പ് രാജൻ പണിക്കർ തിടുക്കത്തിൽ നടന്നു കഴിഞ്ഞിരുന്നു. ജീപ്പിൽ കയറ്റി അയാൾ ശരവേഗത്തിൽ മറയൂരിന് പാഞ്ഞു. ശാന്ത ഹോസ്പിറ്റൽ. ചീറിയെത്തിയ ജീപ്പ് വലത്തേക്ക് വെട്ടിത്തിരിഞ്ഞ് ഗേറ്റ് കടന്നു. ഹോസ്പിറ്റലിന് മുന്നിൽ അത് ബ്രേക്ക് ഇട്ട് നിന്നു. അതിൽ നിന്നും ചാടിയിറങ്ങിയ രാജൻ പണിക്കർ അകത്തേക്ക് നടന്നു. അയാളുടെ കാൽ കീഴിൽ മാർബിൾ ഫ്ലോർ ഞെരിഞ്ഞു. റിസപ്ഷനിൽ ഇരുന്ന സ്റ്റാഫും ആ ഹാളിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരും അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കി. തന്റെ റൂമിൽ ഭാര്യ കൊടുത്ത ഓറഞ്ച് കഴിച്ചുകൊണ്ട് കട്ടിലിൽ ക്രാസിലേക്ക് ചാരി വെച്ച തലേണയിൽ അമർന്നിരിക്കുകയായിരുന്നു സക്കറിയ. വാതിൽക്കൽ കനത്ത കാൽപെരുമാറ്റം കേട്ടതും അയാൾ തിരിഞ്ഞു നോക്കി. വാതിൽ നിറഞ്ഞതുപോലെ രാജൻ പണിക്കർ അകത്തേക്ക് വന്നു. മറയൂർ മൂന്നാർ റോഡിലെ വളവുകൾ വെട്ടിത്തിരിഞ്ഞ് ലൈറ്റിട്ട് ജീപ്പ് പാഞ്ഞുകൊണ്ടിരുന്നു. DYSP രാജൻ പണിക്കർ ആക്സിലേറ്ററിൽ നിന്നും കാലയച്ചില്ല. എതിരെ വന്ന വാഹനങ്ങൾ സൈഡ് ഒതുക്കി കൊടുത്തു. ജീപ്പ് MLA ഗോപിദാസിന്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. അടഞ്ഞു കിടന്നിരുന്ന ഗേറ്റിന് മുന്നിൽ അത് ബ്രേക്ക് ഇട്ടു.
ഹോൺ നിർത്താതെ മുഴക്കി. വാച്ചർ ഓടിയെത്തി. രാജൻ പണിക്കർ തല പുറത്തേക്ക് നീട്ടി. ഗേറ്റ് തുറക്കടാ. വാച്ചർ ഭയന്നുപോയി. അയാൾ പെട്ടെന്ന് ഗേറ്റ് തുറന്നു. ജീപ്പ് അകത്തേക്ക് ഇരച്ചു കയറി. സുമോയും ഗോപിദാസിന്റെ സ്കോഡയും അവിടെ കിടപ്പുണ്ടായിരുന്നു. സുമോയിൽ മുട്ടിയതുപോലെ ജീപ്പ് നിന്നു. രാജൻ പണിക്കർ ചാടിയിറങ്ങി. കോളിംഗ് ബെൽ അമർത്തും മുമ്പ് വാതിൽ തുറക്കപ്പെട്ടു. മുന്നിൽ ലെനിൻ ദാസ്. രണ്ട് ചുണ്ടുകൾ പരസ്പരം കൊരുത്തതുപോലെ ഇരുവരും കണ്ണിൽ കണ്ണിൽ നോക്കി ഏതാനും നിമിഷം നിന്നു. അവസാനം ലെനിന്റെ ചുണ്ടിൻ കോണിൽ നേർത്ത ഒരു ചിരിയുണ്ടായി. എന്താ സാറ് ഓടിപ്പാഞ്ഞു വന്നിരിക്കുന്നത്? എന്തെങ്കിലും കണ്ടു ഭയന്നോ? രാജൻ പണിക്കർ മിണ്ടിയില്ല. ലെനിനിൽ നിന്നും നോട്ടം പിൻവലിച്ചുമില്ല. പക്ഷേ ഒന്ന് അയാൾക്ക് മനസ്സിലായി. താൻ ASI സക്കറിയിൽ നിന്ന് എല്ലാ വിവരങ്ങളും അറിഞ്ഞുവെന്ന് ലെനിൻ മനസ്സിലാക്കിയിരിക്കുന്നു. സാറ് വാ, അകത്ത് കയറിയിരുന്ന് സംസാരിക്കാം. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഈ ലോകത്തില്ലല്ലോ. ഇരിക്കാനല്ല ഞാൻ വന്നത്. രാജൻ പണിക്കരുടെ ശബ്ദം മുറുകി. പിന്നെ നിന്നെ കൊണ്ടുപോകാൻ. എവിടേക്ക്? ലെനിൻ ശബ്ദമുയർത്തി ചിരിച്ചു. പിന്നിൽ ഗേറ്റ് അടയുന്ന ശബ്ദം. രാജൻ പണിക്കർ തിരിഞ്ഞു നോക്കി. വാച്ചർ ഗേറ്റ് അടച്ച് താഴിട്ട് പൂട്ടുന്നു. മാത്രമല്ല ഇപ്പോൾ അവിടെ തിരുമൂർത്തി നിൽക്കുന്നു. രാജൻ പണിക്കരുടെ നെറ്റി ചുളിഞ്ഞു. ആ ഗേറ്റിനൊരു പ്രത്യേകതയുണ്ട് രാജൻ സാറേ, ലെനിൻ പറഞ്ഞു. ഞാൻ പറയാതെ അത് തുറക്കത്തില്ല. വാക്കുകൾക്കിടയിൽ അവൻ ഒളിച്ചു വച്ചിരിക്കുന്ന ഭീഷണി ഡിവൈഎസ്പിക്ക് ബോധ്യമായി. ലെനിൻ അരയിലെ തുകലുറയിൽ ഇരിക്കുന്ന റിവോൾവറിൽ ഇടം കൈകൊണ്ട് മെല്ലെ തടവി രാജൻ പണിക്കർ. പിന്നെ തുടർന്നു. നിന്നെ കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. സാറ് ചുമ്മാ തമാശ പറയാതെ. അവൻ ഷർട്ടിന്റെ കോളർ ഒന്ന് ഇളക്കിയിട്ടു. സാറ് കാര്യം പറ, എന്താ പ്രശ്നം? പ്രശ്നം നിനക്കറിയാം. സുനന്ദയുടെ കൊലപാതകം മുതൽ ഇങ്ങോട്ട് നടന്നതെല്ലാം തത്ത പറയും പോലെ എന്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു സക്രിയ. ഇനി നിനക്ക് രക്ഷയില്ല. ലെനിൻ പക്ഷെ പതറിയില്ല. സാറേ, തത്ത പറയുക എന്ന് പറഞ്ഞാ ശരിയാകത്തില്ലല്ലോ. മറ്റുള്ളവർ പറഞ്ഞു പഠിപ്പിക്കുന്നതും കേട്ടു പഠിക്കുന്നതും മാത്രമല്ലേ തത്ത പറയൂ. അതിനിടെ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. രാജൻ പണിക്കർ രണ്ടടി കൂടി മുന്നോട്ട് വച്ചു. അങ്ങനെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണല്ലോ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്. ഞൊടിയിടയിൽ അയാൾ അവന്റെ കയ്യിൽ ബലമായി പിടിച്ചു. യു ആർ അണ്ടർ അറസ്റ്റ്. ചി വിടടോ. ലെനിൻ കുതറി. തിരുമൂർത്തി പാഞ്ഞെത്തി. രാജൻ പണിക്കർ പിടിവിട്ടില്ല. മിസ്റ്റർ പണിക്കർ. പൊടുന്നനെ ലെനിന്റെ പിന്നിൽ നിന്നൊരു ശബ്ദം. രാജൻ പണിക്കർ അവന്റെ തോളിന് മീതെ കൂടി അകത്തേക്ക് നോക്കി. MLA ഗോപിദാസ്. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ കൊണ്ടുപോകാം, ആരും തടയില്ല. പക്ഷേ ഒരു നിമിഷം അകത്ത് വരെ വന്നിട്ടാവാം അത്. രാജൻ പണിക്കർ സംശയത്തോടെ അയാളെ നോക്കി. പേടിക്കണ്ട, നിങ്ങളെ അപകടപ്പെടുത്താനോ ലെനിനെ രക്ഷപ്പെടാനോ വേണ്ടിയല്ല. പ്ലീസ് കമ്മിങ്. ഒരു നിമിഷം നിന്നിട്ട് രാജൻ പണിക്കർ ലെനിന്റെ കയ്യിലെ പിടിവിട്ടു. പിന്നെ ഉറച്ച ചുവടുകളോടെ കരുതലോടെ അകത്തേക്ക് ചെന്നു. ലെനിൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഒരുപക്ഷെ അത് സത്യമായിരിക്കാം. നോക്ക്. അയാൾ ഈട്ടിയിൽ തീർത്ത ടീപ്പോയിലേക്ക് കൈ ചൂണ്ടി. അതിനു മീതെ ഒരു പെട്ടിയും പെട്ടിക്ക് മീതെ താക്കോലുമുണ്ടായിരുന്നു. ഇതിനുള്ളിൽ 10 ലക്ഷം രൂപയുണ്ട്. പറഞ്ഞുകൊണ്ടയാൾ നെടുകെ മടക്കിയ ഒരു പ്രമാണം കൂടി ടീപ്പോയിലേക്ക് ഇട്ടു. കാന്തല്ലൂരിൽ 2 വർഷം പ്രായമായ ഗ്രാൻഡിസ് മരങ്ങളുള്ള 25 ഏക്കർ ഭൂമിയുടെ പ്രമാണം. നാളെ തന്നെ അത് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കും. അമ്പരന്ന് നിന്നുപോയി രാജൻ പണിക്കർ. ഗോപിദാസ് തുടർന്നു. എന്റെ മകനെ എനിക്ക് കുറ്റവിമുക്തനായി കിട്ടണം. നിങ്ങൾക്ക് ചിന്തിക്കാം, അതല്ല അവനെ കൊണ്ടുപോകണമെങ്കിൽ അതാവാം. പക്ഷേ ഈ പറഞ്ഞ കേസുകളിലൊക്കെ ഡമ്മിയെ നിർത്തി അവനെ ഞാൻ കോടതിയിൽ നിന്ന് ഊരിക്കൊണ്ടുപോരും. അത് പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. എന്തു വേണം? രാജൻ പണിക്കർ ടീപ്പോയിലേക്കും ഗോപിദാസിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. പിന്നെ കുനിഞ്ഞ് പ്രമാണവും താക്കോലും എടുത്തു. അത് കഴിഞ്ഞ് പെട്ടിയും. സക്കറിയ, ഇനി ഇതൊന്നും ആരോടും പറയാതിരിക്കാൻ സാറ് ശ്രദ്ധിക്കുമല്ലോ. അതൊക്കെ ഞാൻ ഏറ്റു. CI ആന്റണിക്ക് പല സംശയങ്ങളുമുണ്ട്, അയാളെ സൂക്ഷിക്കണം. ഗോപിദാസ് മൂളി. രാജൻ പണിക്കർ വാതിൽക്കലേക്ക് നടന്നു. നേരത്തെ ചിരിയോടെ ലെനിൻ കൈനീട്ടി. പക്ഷേ അത് ശ്രദ്ധിക്കാതെ അയാൾ ഗോപിദാസിനോടായി പറഞ്ഞു, ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് വെച്ച് ഇനി എന്തിനും ഞാൻ നിന്നു തരുമെന്ന് കരുതരുത്. പാടത്ത് പണി, വരമ്പത്ത് കൂലി.
അതാണ് എന്റെ രീതി. ഗോപിദാസ് മിഴിച്ചു നിന്നുപോയി. രാജൻ പണിക്കർ ജീപ്പിനടുത്ത് എത്തിയപ്പോഴേക്കും വാച്ചർ ഗേറ്റ് തുറന്നു കഴിഞ്ഞിരുന്നു. ജീപ്പ് ഗേറ്റ് കടന്നു പോകുന്നതുവരെ ലെനിൻ ദാസ് നോക്കി നിന്നു. തൊട്ടു പിന്നിൽ കാൽപെരുമാറ്റം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ഗോപിദാസ്. ആരോടൊന്നില്ലാതെ അയാൾ സംസാരിച്ചു. നേരായ വഴിക്ക് നേടിയതല്ലെങ്കിലും ഇതൊക്കെ വിട്ടുകൊടുത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. സ്വന്തം ചോരയിൽ പിറന്ന് അച്ഛന്റെ കാലിനായി മുന്നിൽ നിൽക്കുന്നവനെ രക്ഷിക്കാനുള്ള മോഹം ഒട്ടുമുണ്ടായിട്ടല്ല ഞാനിത് ചെയ്തത്. പിന്നെ എന്തിനാണെന്നല്ലേ? എന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കാതിരിക്കാൻ. ഈ മണ്ഡലത്തിൽ നിന്ന് എന്നെ നിയമസഭയിലേക്ക് അയച്ച ജനങ്ങൾ തന്നെ എന്നെ കല്ലെറിഞ്ഞ് വീഴ്ത്താതിരിക്കാൻ. ഇനിയെങ്കിലും അതൊക്കെ ഓർത്താൽ നല്ലത്. മറുപടിക്ക് കാത്തു നിൽക്കാതെ ഗോപിദാസ് തിരിച്ചു നടന്നു. ലെനിൻ തിരുമൂർത്തിയെ നോക്കി ഒന്ന് കണ്ണിറുക്കി. പൊടുന്നനെ മൂർത്തിയുടെ ഫോൺ ശബ്ദിച്ചു. അയാൾ അതെടുത്ത് കാതോട് ചേർത്തു. പറഞ്ഞോ കണ്ടെയ്നറെ. അല്പനേരത്തെ സംഭാഷണത്തിന് ശേഷം അയാൾ ഫോൺ പോക്കറ്റിലിട്ടു. പിന്നെ ഗോപിദാസ് ഹാളിലില്ലെന്ന് ഉറപ്പാക്കിയിട്ട് ലെനിനോട് പറഞ്ഞു. എസ് ഐ ധർമ്മരാജൻ ദുർഗയെയും മീനാക്ഷിയമ്മയും ചോദ്യം ചെയ്തത് വനിതാ കോൺസ്റ്റബിൾ വാസന്തിയുടെ സാന്നിധ്യത്തിലാണ്. അവർ അയാളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വാസന്തിക്ക് വ്യക്തമായി അറിയാം. ധർമ്മരാജന്റെ മരണം സ്ഥിരീകരിച്ചിട്ടില്ലാത്ത നിലയ്ക്ക് നമ്മൾ അത് അറിഞ്ഞേ തീരൂ. പിന്നെ ധർമ്മരാജന്റെ ഭാര്യയും മകളും ഇപ്പോൾ ക്വാർട്ടേഴ്സിലുണ്ട്. ലെനിന്റെ കണ്ണുകളിൽ ചുവന്ന ബൾബ് മിന്നിയതുപോലെ ഒരു തിളക്കം കണ്ടു. മൂർത്തി, ഈ വാസന്തി എങ്ങനെ നമ്മളോട് സഹകരിക്കുമോ? അത്ര പെട്ടെന്ന് പിടിതരുന്ന കൂട്ടത്തിലല്ല വാസന്തി. പക്ഷേ അവളുടെ ഭർത്താവുണ്ടല്ലോ, ഫോറസ്റ്റ് ഗാർഡ് വേലായുധൻ. അയാൾ എന്തിനും നമ്മുടെ കൂടെ നിൽക്കും. മതി, അത് മതി. ലെനിന് സന്തോഷമായി. വിളിക്ക് വേലായുധനെ. നമുക്കൊരു അപ്പോയിന്റ്മെന്റ് വേണമെന്ന് പറ. അപ്പോൾ തന്നെ തിരുമൂർത്തി വേലായുധന്റെ നമ്പർ കണ്ടെത്തി വിളിച്ചു. സാറേ, മൂർത്തിയാ. എനിക്ക് സാറിനെ ഒന്ന് കാണണം. അപ്പുറത്തു നിന്നുള്ള മറുപടി കേട്ടില്ലെങ്കിലും മൂർത്തിയുടെ മുഖഭാവത്തിൽ നിന്ന് ലെനിൻ കാര്യം ഗ്രഹിച്ചു. അയാൾ പട്ടിക്കാട്ടുള്ള വാടക വീട്ടിലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. കോൺസ്റ്റബിൾ വാസന്തിയുണ്ട് അവിടെ, മൂർത്തി പറഞ്ഞു. ഓക്കെ, ഒരു നിമിഷം, ഞാനിതാ വരുന്നു. ലെനിൻ തന്റെ റൂമിലേക്ക് പോയി. വളരെ വേഗം വേഷം മാറി മടങ്ങിയെത്തി. ഇരുവരും സുമോയിൽ യാത്രയായി. മണ്ണാരപ്പെട്ടിയിൽ നിന്ന് മറയൂർ ഗ്രാമം കോളനി റോഡിലേക്ക് തിരിഞ്ഞു. കയറ്റം കയറി സുമോ ഗ്രാമത്തിലെത്തി. നീണ്ടുപരന്ന ഒരു പാറ, അതിനോട് ചേർന്ന് ധാരാളം വീടുകൾ. പാറപ്പുറത്തുകൂടി തന്നെ വലത്തേക്കുള്ള പട്ടിക്കാടിനുള്ള റോഡ്. സുമോ പാറപ്പുറത്ത് എത്തിയപ്പോൾ ലെനിൻ താഴത്തേക്ക് നോക്കി. വെയിലിൽ കുളിച്ചു കിടക്കുന്ന മറയൂർ ടൗണിന്റെ ഒട്ടുമുക്കാൽ ഭാഗവും കാണാം. 5 മിനിറ്റ് കൊണ്ട് സുമോ വേലായുധന്റെ വാടക വീടിന് മുന്നിലെത്തി. മുറ്റത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു വലിയ വെളുത്ത ചെമ്പകമരം. തറയിൽ വിരിച്ചതുപോലെ കിടക്കുന്ന പൂക്കൾ. ചെമ്പകമരത്തിന് കീഴെ സുമോ നിന്നു. ഇരുവരും ഇറങ്ങി. 3 മുറികളും അടുക്കളയുമുള്ള വീട്. തിരുമൂർത്തി വാതിലിൽ തട്ടി. 1/2 മിനിറ്റിനുള്ളിൽ വാതിൽ തുറക്കപ്പെട്ടു. വേലായുധൻ. കട്ടിമീശയും ചുരുണ്ട മുടിയും. അരയിൽ ഒരു വെളുത്ത മുണ്ടായിരുന്നു അയാളുടെ വേഷം. നെഞ്ചിലെ രോമക്കാട്ടിൽ സ്വർണപ്പാമ്പിനെ പോലെ പുളഞ്ഞു കിടക്കുന്ന മാല. തിരുമൂർത്തിക്കൊപ്പം അപ്രതീക്ഷിതമായി ലെനിൻദാസിനെ കൂടി കണ്ടപ്പോൾ വേലായുധന്റെ കണ്ണുകളിൽ അത്ഭുതം തിങ്ങി. അല്ല, ആരിത്? വരൂ. ഇരുവരും ചെറിയ വിസിറ്റിംഗ് റൂമിലേക്ക് കയറി. ഇരിക്കൂ. വേലായുധൻ പുതിയ സെറ്റുകളിലേക്ക് കൈ ചൂണ്ടി. മൂർത്തി സെറ്റിയുടെ തടി പരിശോധിച്ചു. ഇത് ചന്ദനം കൊണ്ട് ഉണ്ടാക്കിയതാണോ വേലായുധൻ സാറേ? അതിനൊക്കെ ഭാഗ്യം വേണ്ടായോ മൂർത്തി? വേലായുധൻ ചിരിച്ചു. മൂവരും ഇരുന്നു. വേലായുധനിൽ നിന്നും മദ്യത്തിന്റെ നേർത്ത ഗന്ധം അനുഭവപ്പെട്ടു. ഉച്ചഭക്ഷണത്തോടൊപ്പം ബക്കാടിയായിരുന്നു അല്ലേ? ചോദിച്ചത് ലെനിനാണ്. വേലായുധൻ ഒന്ന് ചമ്മി. ഒരു സുഹൃത്ത് തന്നതാ. അത് മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച 20 ലക്ഷം രൂപയുടെ 3 ചന്ദനമരങ്ങൾ കള്ളന്മാർ കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോഴേക്കും ഞാൻ കരുതിയതാ സാറന്മാര് മുന്തിയ മദ്യം കഴിക്കുമെന്ന്. അത് കേട്ട് വേലായുധൻ ഒന്നുകൂടി ചമ്മി. ഓരോ പെഗ് എടുക്കട്ടെ? വേണ്ട, അതൊക്കെ ഇനി ഒരിക്കലാവാം. ലെനിന്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു. ഇപ്പോൾ വന്നത് മറ്റു ചില അത്യാവശ്യ കാര്യങ്ങൾക്കാ. പറയൂ. എന്റെ ഭാഗത്തു നിന്ന് എന്ത് സഹായവും ലെനിന് പ്രതീക്ഷിക്കാം. സാറിന്റെ ഭാഗത്തു നിന്നല്ല, വാസന്തി മാഡത്തിന്റെ ഭാഗത്തു നിന്നാ. പറഞ്ഞിട്ട് ലെനിൻ മൂർത്തിയെ നോക്കി. കണ്ണുകൊണ്ടൊരടയാളം കാണിച്ചു. തിരുമൂർത്തി ശബ്ദം താഴ്ത്തി കാര്യം ചുരുക്കത്തിൽ വിശദീകരിച്ചു.
അതുകൊണ്ട് ലെനിൻ മുതലാളിയോട് പണ്ടെന്നോ ഉള്ള പകയുടെ പേരിൽ ആ തള്ളേ മോളും ധർമ്മരാജൻ സാറിനോട് എന്തൊക്കെ പറഞ്ഞു കൊടുത്തെന്ന് വാസന്തി സാറിനെ അറിയൂ. വേലായുധൻ ചിന്തയോടെ തലയാട്ടി. ഞാൻ ഒരു കാര്യത്തിലും വാസന്തിയോട് ഇന്ന് വരെ ഇന്നതുപോലെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. ലെനിന്റെയും മൂർത്തിയുടെയും മുഖം മങ്ങി. വേലായുധൻ തുടർന്നു. പക്ഷേ ലെനിന്റെ കാര്യമാകുമ്പോ എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. അയാൾ അകത്തേക്ക് തിരിഞ്ഞു വിളിച്ചു. വാസന്തി. ഏതാനും നിമിഷത്തിനുള്ളിൽ കോൺസ്റ്റബിൾ വാസന്തി വാതിൽക്കിലെത്തി. യൂണിഫോമിലായിരുന്നു. സ്റ്റേഷനിലേക്ക് പോകാൻ ഭാവിക്കുകയായിരുന്നെന്ന് അവൾക്ക് തോന്നി. വാസന്തി, ഈ ലെനിന് നിന്നോട് എന്തോ പറയാനുണ്ട്, വേലായുധൻ അറിയിച്ചു. അപ്പോഴാണ് വാസന്തി ലെനിനെ കണ്ടത്. അവളുടെ മുഖത്ത് പൊടുന്നനെ ഒരു ഭാവമാറ്റമുണ്ടായി. അവരും അത് ശ്രദ്ധിച്ചു. ഒറ്റ നിമിഷത്തിൽ തന്നെ ലെനിന്റെ ആഗമനോദ്ദേശം അവൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. വളരെ ബുദ്ധിമുട്ടി അവൾ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. ലെനിൻ കുശലം ചോദിച്ചു. ധർമ്മരാജൻ സാറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം? അവൾ ശിരസ് ഇടം വലം വെട്ടിച്ചു. അദ്ദേഹത്തെ ആരോ അപകടത്തിൽപ്പെടുത്തിയതാണെന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു. ലെനിന്റെ മുഖത്തേക്ക് നോക്കിയാണ് വാസന്തി പറഞ്ഞത്. അവൻ നോട്ടം മാറ്റിക്കളഞ്ഞു. പിന്നെ ആഗമനോദ്ദേശം അറിയിച്ചു. താൻ സത്യം പറഞ്ഞാൽ ദുർഗയും അവളുടെ അമ്മയും ജീവനോടെ ഉണ്ടാവില്ലെന്ന് വാസന്തി മനസ്സിലാക്കി. അവൾ പറഞ്ഞു, ചോദ്യം ചെയ്ത സമയത്ത് ഞാൻ ആ മുറിയിൽ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ പലതും ഞാൻ കേട്ടില്ല എന്നതാണ് വാസ്തവം. മുറിയുടെ അങ്ങേ മൂലയിൽ വെച്ച് ശബ്ദം താഴ്ത്തിയാണ് SI സാറ് അവരോട് സംസാരിച്ചത്. മൂർത്തിയും ലെനിനും കണ്ണിൽ കണ്ണിൽ നോക്കി പുഞ്ചിരിച്ചു. അവരെ ധർമ്മരാജൻ സാറ് ചോദ്യം ചെയ്തത് വീഡിയോ ക്യാമറയിൽ പകർത്തി എന്നറിഞ്ഞല്ലോ, മൂർത്തിയാണ് പറഞ്ഞത്. വാസന്തിക്ക് പാത മുതൽ പെരുത്തു കയറി. എങ്കിലും അത് പുറത്തു കാട്ടിയില്ല. അത് നേരാ, അതിന്റെ കാസറ്റ് അദ്ദേഹം കൊണ്ടുപോവുകയും ചെയ്തു. കൂടുതൽ സംസാരിച്ചതുകൊണ്ട് പ്രയോജനമില്ലെന്ന് ലെനിനും മൂർത്തിയും മനസ്സിലാക്കി. അവർ എഴുന്നേറ്റു. താങ്ക് യു സർ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. വാതിൽക്കൽ വരെ വേലായുധനും അവർക്കൊപ്പം ചെന്നു. സുമോയിൽ കയറുമ്പോൾ ലെനിൻ പല്ലിറുമി. കഴിവേറി മോൾക്ക് എല്ലാം അറിയാം, നമ്മളോട് പറയാത്തതാ. എന്തു ചെയ്യാം, വേലായുധന്റെ ഭാര്യയായി പോയില്ലേ. പക്ഷേ നമ്മൾ ക്ഷമിക്കുന്നതിനും ഒരതിരുണ്ടെന്ന് അവൾക്ക് മനസ്സിലാക്കേണ്ടി വന്നേക്കും. സുമോ റാ പോലെ തിരിഞ്ഞ് ഗ്രാമ റോഡിലൂടെ പാഞ്ഞു. അപ്പോൾ വാസന്തി വേലായുധനോട് പറയുകയായിരുന്നു, ഇനിയെങ്കിലും ചേട്ടൻ ഒരു കാര്യം ചെയ്യണം. ഇത്തരം ആളുകൾ വരുമ്പോ എന്നെ ഇതുപോലെ വിളിച്ചേക്കരുത്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു കാര്യത്തിനും ഞാൻ ഇടപെടാറില്ലല്ലോ, അതുപോലെ ആയിരിക്കണം ഇങ്ങോട്ടും. വേലായുധൻ വിളറിപ്പോയി. വാസന്തി, അത് പിന്നെ വന്നത് ലെനിനായതുകൊണ്ട്. അവൻ ആരാണെന്ന് ചേട്ടൻ അറിയാമോ? ധർമ്മരാജൻ സാറിന്റെ തിരോധാനത്തിന് പിന്നിലും ഈ ലെനിനുണ്ട്, എനിക്കുറപ്പാ. അതിനാൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചേട്ടനെ ധിക്കരിക്കാനുള്ള അവസരം ചേട്ടൻ തന്നെ എനിക്ക് ഉണ്ടാക്കി തരരുത്. ഇതൊരു അപേക്ഷയാ. വാസന്തി വെട്ടിത്തിരിഞ്ഞ് അകത്തു മറിഞ്ഞു. ഈ നേരത്ത് ശർക്കര ഷെഡിൽ എത്തിക്കഴിഞ്ഞിരുന്നു മീനാക്ഷി അമ്മയും ദുർഗയും ചെല്ലനും. അവറാച്ചൻ അസ്വസ്ഥതയോടെ അവരെ കാത്തു നിൽക്കുകയായിരുന്നു. അവരെ കണ്ടതും അയാൾ ചീറി. നിങ്ങൾക്ക് തോന്നുമ്പോ വരികയും പോവുകയും ചെയ്യാം, പക്ഷേ ഇടപാടുകാരോട് മറുപടി പറയേണ്ടത് ഞാനാണ്. ആരും ഒന്നും പറഞ്ഞില്ല. അയാൾ തുടർന്നു. പെട്ടെന്ന് പണി തുടങ്ങിക്കോ, ഞാൻ വൈകിട്ട് വരും. അപ്പോഴേക്കും ഉണ്ട പിടിച്ചിരിക്കണം. മറുപടിക്ക് കാത്തു നിൽക്കാതെ അവറാച്ചൻ ഇറങ്ങിപ്പോയി. അവർ മൂവരും പരസ്പരം നോക്കി, പക്ഷേ ഒന്നും പറഞ്ഞില്ല. ശർക്കര ഷെഡിനുള്ളിലേക്ക് കയറുമ്പോൾ കാലിൽ വിറയൽ അനുഭവപ്പെടുന്നത് പോലെ ദുർഗയ്ക്ക് തോന്നി. അവളുടെ നോട്ടം കൊപ്പറയിലേക്ക് നീണ്ടു. അവ്യക്തമായ ഒരു ശബ്ദം കണ്ടത്തിൽ നിന്നുയർന്നു. മീനാക്ഷിയമ്മയും അത് കണ്ടു. കഴിഞ്ഞ ദിവസം ഉപേക്ഷിച്ചു പോയ പാനി അതിനുള്ളിലില്ല. കൊപ്പറ വൃത്തിയാക്കിയിരിക്കുന്നു. ചോദ്യഭാവത്തിൽ അവൾ മീനാക്ഷിയമ്മയെ നോക്കി. അത്ഭുതത്തോടെ നിൽക്കുകയായിരുന്നു അവരും. അമ്മേ, ദുർഗ എന്തോ പറയാനാഞ്ഞു. അവറാച്ചന് എല്ലാം അറിയാം മോളെ, മീനാക്ഷിയമ്മ മന്ത്രിച്ചു. ചെല്ലാ, പണി തുടങ്ങിക്കോടാ. ഒന്നും മടിച്ചിട്ടാണെങ്കിലും ചെല്ലൻ കരിമ്പ് ചതച്ച് നീരെടുക്കാൻ തുടങ്ങി. സമയം കടന്നുപോയി. കൊപ്പറയിൽ കരിമ്പിൻ നീര് തിളച്ചു തുടങ്ങി. മോളെ, മീനാക്ഷിയമ്മയുടെ വിളി കേട്ട് ദുർഗ ഞെട്ടി ഉണർന്നു. ചണ്ടി നീക്കിയാടാതെ നീ എന്ത് ചെയ്യുവാ? അപ്പോഴാണ് ദുർഗയ്ക്ക് സ്ഥലകാല ബോധമുണ്ടായത്. അവൾ തിടുക്കത്തിൽ കൊപ്പറയ്ക്കടിയിലേക്ക് ചൂണ്ടി തള്ളിക്കൊടുത്തു. പുതുജീവൻ ലഭിച്ചതുപോലെ തീ ആളിപ്പടർന്നു.
പാനി മുറുകി തുടങ്ങി. കൊപ്പറയിൽ പൊടുന്നനെ ഒരിളക്കം. ദുർഗ തുറിച്ചു നോക്കി. ഒരു സ്ത്രീരൂപം അതിനുള്ളിൽ കിടന്ന് പിടയുന്നു. പ്രാണനു വേണ്ടി അലറിക്കരയുന്നു. അവൾ പുറത്തേക്ക് ഓടാൻ ഭാവിച്ചു. മോളെ! മീനാക്ഷിയമ്മയുടെ വിളി വീണ്ടും അവളെ ഉണർത്തി. അവൾ കൊപ്പറയിലേക്ക് തുറിച്ചു നോക്കി. ഇല്ല, ഒന്നുമില്ല. ഒക്കെ തോന്നൽ മാത്രം. സുനന്ദയുടെ ചിത്രം പക്ഷെ മനസ്സിൽ നിന്ന് മായുന്നില്ല. ചെല്ല, വാടാ! മീനാക്ഷിയമ്മ വിളിച്ചു. ചെല്ലം വന്നു. പുറത്ത് മഞ്ഞിൽ കുളിച്ച ഇരുൾ പരന്നു തുടങ്ങി. മൂവരും ചേർന്ന് കൊപ്പറയിൽ ബന്ധിച്ചിരുന്ന കയർ കപ്പിയിലൂടെ വലിച്ചു തുടങ്ങി. കൊപ്പറയുടെ ഒരു ഭാഗം ഉയർന്നു വന്നു. തിളച്ച പാനി തൊട്ടടുത്ത തടിപ്പെട്ടിയിലേക്ക് വീണു തുടങ്ങി. 4 അടി വീതിയും 8 അടി നീളവുമുള്ള തടിപ്പെട്ടി. പാനി മുഴുവനും അതിനുള്ളിലായി. അവശേഷിച്ചത് ചെല്ലൻ ചട്ടുകം കൊണ്ട് പെട്ടിയിലേക്ക് വടിച്ചിട്ടു. തുടർന്ന് കയറയച്ച് കൊപ്പറ പഴയതുപോലെ അടുപ്പിനു മീതെ വെച്ചു. മീനാക്ഷിയമ്മയും ദുർഗയും മൺകലത്തിൽ നിന്ന് വെള്ളം പകർന്നു കുടിച്ചു. പുറത്ത് മഞ്ഞിന് കട്ടി കൂടി. ഒരു കാറ്റ് വീശിയപ്പോൾ തണുപ്പിന്റെ സൂചികൾ ശരീരത്ത് കുത്തിയിറങ്ങി. ശർക്കര പിടിക്കാനുള്ള നേരമായി. വേഗം വേണം! ദുർഗ ധൃതി കാട്ടി. മൂവരും കുത്തിയിരുന്നു. 2 കൈകൾ കൊണ്ടും ചൂടുപാനി കോരി ശർക്കര പിടിച്ചു തുടങ്ങി. ദുർഗയ്ക്ക് കൈകൾ വിറയ്ക്കുന്നത് പോലെ തോന്നി. കയ്യിൽ മാംസത്തുണ്ടുകൾ വന്നു മുട്ടുന്നത് പോലെ. പിടിച്ച ശർക്കരയുണ്ടകൾ ഒരു ചാക്കിനു മീതെ നിരത്തിക്കൊണ്ട് ഇടയ്ക്കിടെ അവർ കൈകൾ പച്ചവെള്ളത്തിൽ മുക്കി തുടച്ചു, കൈ പൊള്ളാതിരിക്കാൻ. ഉണ്ടകൾ ശരിക്ക് തണുത്തിട്ട് വേണം ചാക്കിൽ നിറയ്ക്കാൻ. 60 കിലോ വീതമുള്ള ചാക്ക്. ഒരു കെട്ട് ശർക്കര എന്ന് പറയും. ഒരു കെട്ടിന് 250 രൂപ കൂലി കിട്ടും. സാധാരണ ഒരു കൊപ്പറയിൽ നിന്ന് 5 കെട്ടെങ്കിലും ലഭിക്കേണ്ടതാണ്. ഇത് 4-ൽ കൂടുതൽ കാണത്തില്ല. ചെല്ലൻ പിറുപിറുത്തു. സാരമില്ല. മീനാക്ഷിയമ്മ കൈ വെള്ളത്തിൽ മുക്കി. ഇരുണ്ട ആകാശത്തിനടിയിൽ ഇരുളിനും മഞ്ഞിനും കട്ടികൂടി. ശർക്കരയുണ്ടകൾ പിടിച്ചു കഴിഞ്ഞു. അടുപ്പിലെ തീ അണഞ്ഞു തുടങ്ങി. അവർ എഴുന്നേറ്റു. റാന്തലിന്റെ തിരി നീട്ടി. ചെല്ലൻ വല്ലാതെ വിയർത്തിരുന്നു. താഴെ റോഡിൽ ഒരു ട്രാക്ടറിന്റെ ശബ്ദം. ശർക്കര കൊണ്ടുപോകാൻ വണ്ടി വന്നു, ചെല്ലൻ പറഞ്ഞു. മൂവരും ഷെഡിന് പുറത്തേക്ക് വന്നു. ആരോ കയറി വരുന്നതിന്റെ വെളുപ്പ്. നിമിഷങ്ങൾ. എന്തോ തോളിലേറ്റിക്കൊണ്ട് ഒരു മനുഷ്യൻ ഷെഡിന് മുന്നിലെത്തി. ആരാ? ദുർഗ തിരക്കി. മറുപടിയായി ഒരു ചാക്കുകെട്ട് അവളുടെ കാൽക്കൽ വന്നു വീണു. ദുർഗ ഞെട്ടി പിന്നോട്ട് മാറി. റാന്തലിന്റെ നേർത്ത വെളിച്ചത്തിൽ മൂവരും കണ്ടു. ചാക്കുകെട്ടല്ലേ അത്? ശരീരം മുഴുവൻ കയർ കൊണ്ട് വരിഞ്ഞു കെട്ടിയ നിലയിൽ ഒരു മനുഷ്യൻ. തുടർന്നുള്ള ഭാഗങ്ങളുമായി നാളെ കാണാം. നന്ദി.